യുദ്ധം ചെയ്ത് ഇസ്രായേലികൾക്ക് പോലും വേണ്ടാത്ത ഒരു ഭരണാധികാരിയാണ് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. ഇപ്പോഴും ഇയാളെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്, അതായത് ചെകുത്താനായിട്ടുള്ള ഒരു ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘികളും നമ്മുടെ നാട്ടിലെ പരമ എച്ചികളും ആണെന്ന് ആലോചിക്കുമ്പം സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം നമുക്കറിയാം യുദ്ധം തുടങ്ങിയ സമയം, അതായത് ബെഞ്ചമിൻ നെതന്യാഹു വന്നപ്പോൾ തന്നെ അത് യുദ്ധത്തിലോട്ട് തന്നെയാണ്. ഗസ അല്ലെങ്കിൽ പലസ്തീനോടുള്ള യുദ്ധം, ഹൂത്തികളോടുള്ള യുദ്ധം, യമനോട് യുദ്ധം, ലബനോനോട് യുദ്ധം, പിന്നെ സിറിയനോട് യുദ്ധം, അങ്ങനെ യുദ്ധങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലാണ് നെതന്യാഹു വന്നതും. ഇപ്പൊ ഇത്രയും യുദ്ധങ്ങൾ ഗസയിൽ 60,000 ആളോളം കൊന്ന് ഒടുക്കിയിട്ടും അതും ഇപ്പോഴും തുടർന്നുകൊണ്ട് കൊണ്ടുവന്ന യുദ്ധം, അതിന്റെ കൂടെ തന്നെ ഇറാനോണ്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ട്, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയൽ രാജ്യങ്ങളുമായിട്ട് എല്ലാവരോടും നമ്മുടെ യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യം. ഇപ്പൊ നമ്മുടെ ചില നാട്ടില് നമ്മൾ പറയാറുണ്ട്, ചില അയൽവാസികൾ ഉണ്ടാവും, ഒരാള് അവരെല്ലാ അയൽവാസികളായിട്ട് അവർ അടിയിരിക്കും. ആ സമൂഹത്തിന് തന്നെ വെറുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞാലും ഒരു പുച്ഛിച്ച് തള്ളുന്ന കുറച്ച് ആളുകളായിട്ട് മാറുന്ന ചില അയൽവാസികളുണ്ടാവും ചില ആളുകൾക്ക്. അതേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇസ്രായേലിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊന്നും കണക്കാക്കാണ്ടിയും മനസ്സിലാക്കാണ്ടിയും നമ്മുടെ നാട്ടിൽ ഇരുന്ന് ദിവസവും ലൈവ് ഇട്ടും ദിവസവും വീഡിയോസ് ചെയ്തും ജീവിക്കുന്ന ഇസ്രായേലിന് വേണ്ടിയിട്ട് സ്തുതി പാടുന്ന കുറെ എച്ചിൽ വാണങ്ങളുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. എന്തിനു ഞാനിതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനം ഏത് നേരവും തെറിക്കും. അത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്ന ഒരു ആളാണ് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്നത്. ഇപ്പൊ അവിടുത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസിലെ അബ്ദുള്ള ബൈസലിന് വേണ്ടിയിട്ട് എതിരെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ബൈസൽ പറഞ്ഞു നെതന്യാഹു ഒരു വംശഹത്യ ചെയ്യുന്ന ഒരാളാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ശ്രീജിത്ത് പണിക്കർ? അപ്പം ശ്രീജിത്ത് പണിക്കൻ്റെ ഉള്ളിലിരിപ്പ് എന്താന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സംസാരം. അപ്പം അതിന് തിരിച്ച് ഇപ്പുറത്തെ സ്വന്തം സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ശ്രീജിത്ത് പണിക്കർ, അതായത് നമ്മുടെ നിഷ്പക്ഷ പണിക്കർ, തിരിച്ച് കുറച്ച് ഡയലോഗ്സ് അടിച്ചു. അതായത് 2024 നവംബറിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ICC ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഹമാസ് നേതാവിനെതിരെയാണ്. അപ്പം അങ്ങനത്തെ ഒരു നേതാവ്, അതായത് അത് പുറപ്പെടുവിക്കാനുള്ള കാരണം ജനോസൈഡ് അല്ലെങ്കിൽ വംശഹത്യ പോലത്തെ കുറ്റങ്ങൾ, ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുകളാണ് ഹമാസ്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഇസ്രായേലിനെ പൊക്കിപ്പിടിച്ചിട്ടാണ് ഇയാൾ സംസാരിച്ച് അതിന് ബേസിൽ തിരിച്ചു വന്ന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അതേ അറസ്റ്റ് വാറന്റിൽ, ആ ക്രിമിനൽ കുറ്റം ചുമത്തിയ അതേ അറസ്റ്റ് വാറന്റിന്റെ തൊട്ട മേലത്തെ 2 പേരുകൾ എന്ന് പറഞ്ഞത്, ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹു, പിന്നെ ഇസ്രായേലിന്റെ തന്നെ ഒരു അടുത്ത പ്രതിരോധ മന്ത്രിയുടെ പേരുമായിരുന്നു. അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കണം, ലോകത്തിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നെതന്യാഹു ചെയ്യുന്ന കാര്യങ്ങൾ, വംശഹത്യ എത്രത്തോളം ഉണ്ട്, ജനോസൈഡ് നമ്മുടെ ഇവിടെ നടക്കുന്നത്, ഗസയിൽ നടക്കുന്നത്, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധവെറിയൻ മാത്രമാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പല രീതിയിലും അടിച്ചമർത്താൻ വേണ്ടി ഏത് തലങ്ങൾ വരെ പോകുന്ന ഒരാളാണ് നെതന്യാഹു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം എന്താണോ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഇവരുടെ സെനറ്റിൽ, അതായത് ഇവരുടെ പാർലമെന്റിൽ നെതന്യാഹുവിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 61 വോട്ടുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 61 അവരുടെ ടോട്ടൽ സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാവുക. നെതന്യാഹുയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് 67 വോട്ടുകളാണ്, 67 സീറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത് അവിടെ സെനറ്റിൽ. അവരുടെ അംഗസംഖ്യ 67 ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഭരണം എന്നുള്ളതും. ഈ ഭരണത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള 2 പാർട്ടീസാണ്. അത് കുറെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കോൺഗ്രസും, കേരള കോൺഗ്രസും, HUM-ഉം അങ്ങനെ NDA സഖ്യം ഒക്കെ പറഞ്ഞ പോലെ തന്നെ കുറെ സഖ്യ കക്ഷികൾ കൂടിയിട്ടാണ് നെതന്യാഹു എന്ന് പറഞ്ഞ ഒരാൾ ആ സ്ഥാനത്തോട്ട് വരുന്നതും അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആവുന്നതും. അപ്പം ഇപ്പൊ ആ കൂട്ടത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഖ്യ പാർട്ടി ആയിട്ടുള്ള യുണൈറ്റഡ് തോറ ജുദായിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി ഉണ്ട്. അവർക്ക് 6 സീറ്റുകളാണുള്ളത്. അവർ ഓൾറെഡി അവരുടെ സപ്പോർട്ട് പിൻവലിച്ചു. അവരുടെ മന്ത്രിമാരൊക്കെ പിന്മാറിയിട്ടുണ്ട്. അവരുടെ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ നെതന്യാഹുവിന്റെ സെനറ്റിലെ മെയിൻ 4 എന്താ പറയാ വകുപ്പുകൾ കീപ്പ് ചെയ്യുന്ന മന്ത്രിമാരാണ്. അവർ 4 പേരും പ്ലസ് 2 പേരടങ്ങുന്ന 6 പേരടങ്ങുന്ന അവരുടെ ടോട്ടൽ അംഗസംഖ്യ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പൊ 61 സീറ്റോടുകൂടി ആണ് ഇപ്പൊ നെതന്യാഹു അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 60ന്റെ താഴെ പോയി കഴിഞ്ഞാൽ നെതന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ മന്ത്രിസഭ താഴെ വെക്കും. ഇതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കണക്ക്. പക്ഷെ അത് മാത്രമല്ല, ഇപ്പം ഇവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് ഇപ്പം യുണൈറ്റഡ് തോറ ജുദായിസുമായിട്ട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സഖ്യകക്ഷിയാണ് ഷാസ് സഖ്യം.
അവർ 11 സീറ്റുകളാണ് അവർക്കുള്ളത്. അപ്പം അവരും ഏത് നിമിഷവും അവരിപ്പം പിൻവലിക്കും അവരുടെ സപ്പോർട്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതിനൊക്കെയുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നെതന്യാഹുവിനോട് സപ്പോർട്ട് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ NDA ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാം, BJP അല്ലാണ്ട് ഇപ്പം JDU അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ആന്ധ്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ നായിഡുവിന്റെ പാർട്ടി, അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടി, ഈ 2 പാർട്ടിയാണ് ഇപ്പം നമ്മുടെ NDA സഖ്യത്തിനെ, BJP സഖ്യത്തിനെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പം ഈ 2 സഖ്യം പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഭരണവും താഴെ വെക്കും, നമ്മുടെ മോദിജി താഴെ വെക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നമ്മുടെ നെതന്യാഹുയുടെ അവസ്ഥ. അപ്പം ഏത് സമയം ഷാസും കൂടെ അതിൽ നിന്ന് പിൻവലിച്ച് കഴിഞ്ഞാൽ, ഷാസിന് 11 അംഗങ്ങളുണ്ട്, ആ 11 അംഗങ്ങൾ പോയി കഴിഞ്ഞാൽ 50 അംഗങ്ങളായിട്ട് ചുരുങ്ങും നെതന്യാഹുവിന്റെ ഇത് ടോട്ടൽ എന്താ പറയുക ഭൂരിപക്ഷം. അപ്പോൾ 60 ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ മന്ത്രിസഭ താഴെ വെക്കും, പിന്നെ അവിടെ റീ എലക്ഷൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം ഇതൊക്കെ നമ്മളിവിടെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇവരൊക്കെ പിൻവലിക്കുന്നത് എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ, ഇയാൾ വന്ന സമയം മുതൽ യുദ്ധം മാത്രമാണ്. ഇപ്പം നെതന്യാഹു ഇവിടെ വന്ന സമയം മുതൽ യുദ്ധം മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു നിയമപ്രകാരം അവിടെ ഇപ്പം ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും അവിടുത്തെ സൈനിക, അതായത് പട്ടാളക്കാരായിട്ട് അവർ ജോലി ചെയ്യണം. അതെനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് 35 മാസവും പെണ്ണുങ്ങൾക്ക് 24 മാസവും അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. ഇത്രയും കമ്പൽസറി ആയിട്ട് അവർ ചെയ്തിരിക്കണം എന്നാണ് അവിടുത്തത്. അപ്പം ഈ യുദ്ധം ബാക്ക് ടു ബാക്ക് യുദ്ധം വരുന്ന സമയത്ത് ഇങ്ങനെ സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടു. നമ്മൾ വിചാരിക്കും എന്താ പറയുക, ഇവർ ഇങ്ങനെ കൊന്നൊടുക്കുന്നതാണ്, ഇവർക്കൊരു നഷ്ടങ്ങളും ഇല്ല. അങ്ങനെയല്ല, ഒരുപാട് പേര് 700ഓളം പട്ടാളക്കാർ ഇപ്പം മൊത്തം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിന്റെ പട്ടാളക്കാർ. അപ്പോൾ അതിൽ പെടുന്ന ഈ പ്രായപൂർത്തിയായി ജസ്റ്റ് നേരെ കയറി ചെന്ന് അങ്ങനെ എന്താ പറയുക സൈന്യത്തിന്റെ ഭാഗമാവുന്ന ആണും പെണ്ണും ഒക്കെ അവിടെ മരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലി, അവരുടെ ആളുകൾക്കൊക്കെ ഇത്, അതായത് യുദ്ധക്കൊതിയനായിട്ടുള്ള ഈ ഒരു ഭരണാധികാരിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. യുദ്ധം സീസ് ഫയർ വെച്ച് യുദ്ധത്തിനോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ മരണങ്ങളുടെ എണ്ണം അവിടെ കുറയും. അപ്പം അവിടുത്തെ ഈ പാർട്ടിയിൽ വരുന്ന ആളുകളും ഈ ഫാമിലിയൊക്കെ ഇതിനെതിരാണ്. ഇപ്പം ഈ യുണൈറ്റഡ് തോറ ജുദായിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് തോറ അതായത് ഇത് ഫോളോ ചെയ്യുന്ന ജൂതിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറയുന്നത് അവർ കൂടുതൽ യാഥാസ്ഥികരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ പറയുന്നത് അവരെ പോലത്തെ ആളുകളെ ഈ ഒരു ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം. അതായത് നിങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്പൂരിമാരെ എന്താ പറയുക ഇതിന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പങ്കെടുത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ഏറ്റവും യാഥാസ്ഥികരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള, അതായത് മേൽജാതി പോലത്തെ കണക്കാക്കുന്ന ആളുകൾ, ഇപ്പം ജൂതന്മാരെ കൂടുതൽ മേൽജാതികളായിട്ടുള്ള ആളുകളാണ് യുണൈറ്റഡ് തോറ ജുദായിസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളതിൽ നിന്ന് ഒഴിവാക്കണം, ഞങ്ങൾ കൂടുതൽ എന്താ പറയുക ആത്മീയതയിലോട്ടാണ് ഞങ്ങൾ കൂടുതൽ പോകുന്നത്, കൂടുതൽ തോറ ഗ്രന്ഥം പഠിച്ച് ഭയങ്കരമായിട്ട് ആ ജൂതിസത്തിലോട്ട് കൂടുതലായിട്ട് അടുക്കുന്ന ആളുകളാണ്. പ്രാർത്ഥനകളും കാര്യങ്ങളും അവിടുത്തെ പള്ളികളും ആ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാണ് അവർ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അവർ സമരം ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം പാർലമെന്റിൽ സുപ്രീം കോടതി വരെ ആ കേസ് പോകുന്നുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അതിന് പ്രത്യേകിച്ചിട്ട് ഈ ഒരു പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ ഇതിനോട് യാഥാസ്ഥികർക്ക് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളി പോവുക ചെയ്തത്. അങ്ങനെയാണ് ആ കേസ് തള്ളിപ്പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇപ്പം വീണ്ടും യുദ്ധം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ മരണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പം പ്രായപൂർത്തിയായ ചെറിയ പ്രായമുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഈ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പം അവർ ഇതിൽ നിന്ന് പിൻവലിച്ചത്. അപ്പോൾ അവരോട് കൂടി ചേർന്നിട്ടുള്ള മറ്റൊരു പാർട്ടിയാണ് ഷാസ് പാർട്ടി. അപ്പോൾ ഷാസ് പാർട്ടിയും പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തി കുറേയൊക്കെ മാറണം എന്നുള്ള രീതിയിലോട്ട് അവർക്കും ചിന്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താ പറയുക ഇവരെ കൂടണ്ട എന്നുള്ളൊരു ചിന്തയിലോട്ടുള്ള ആളുകളാണ്. ഇതിൽ 2 കാര്യമുണ്ട്. ഈ യാഥാസ്ഥികരായിട്ടുള്ളവർക്കും ഇവർക്കും യുദ്ധം ചെയ്യുന്നതിനോട് കൂടുതൽ കുഴപ്പമില്ല, പക്ഷെ അവർക്ക് അവരുടെ ആളുകളെ പട്ടാളത്തിലോട്ട് വിടാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2 തരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ പറയുന്നത് യുദ്ധം വേണ്ട എന്നുള്ളതാണെങ്കിൽ, അതേപോലെ തന്നെ യുദ്ധം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ആളുകൾ അതിലോട്ട് വേണ്ട, ഞങ്ങളുടെ ആളുകളെ പട്ടാളത്തിലോട്ട് എടുക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് അവിടെ ഉള്ളത്. ഇപ്പം എനിക്കൊന്ന് നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ മാത്രമേ ഇത് പറയാത്തതുള്ളൂ. ബാക്കി ഇന്റർനാഷണൽ മീഡിയ ന്യൂസിലൊക്കെ ഇത് ബാക്ക് ടു ബാക്ക് ആയിട്ട് കഴിഞ്ഞൊരു 3-4 ദിവസം കൊണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി നെതന്യാഹു ആണ്
എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ തോന്നും. പക്ഷേ ഇപ്പോൾ ഒറ്റ സീറ്റിന്റെ പിൻബലത്തിലാണ് +61, അതായത് 60 വേണ്ടത് 61 മാത്രം കീപ്പ് ചെയ്തിട്ടുള്ള ഭൂരിപക്ഷത്തിലാണ് ഇപ്പം നെതന്യാഹു അവിടെ നിൽക്കുന്നത്. ഇനി അവിടുത്തെ സെനറ്റ് കൂടുന്നത് ഇപ്പോൾ ജൂലൈ 27 അവിടുത്തെ ഇപ്രാവശ്യത്തെ പാർലമെന്റ് പിരിച്ചുവിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോബർ 10 15 അടുത്ത പാർലമെന്റ് കൂടുന്നത്. അപ്പം ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ 3 മാസമാണ് പുള്ളിയുടെ കയ്യിലുള്ള. ഈ 3 മാസം കൊണ്ട് ഈ ഷാസ് പാർട്ടിനെയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയ പാർട്ടിനെയൊക്കെ വീണ്ടും അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ പുള്ളിക്ക് തുടരാം. അതല്ലെങ്കിൽ ഈ 27 മുമ്പ് തന്നെ ഷാസ് പാർട്ടിയും കൂടെ ഇതിന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മന്ത്രിസഭ വികും. അതല്ല, അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അടുത്ത പാർലമെന്റ് കൂടുന്നത് ഒക്ടോബറിലായിരിക്കും. അപ്പോൾ അതുവരെയും കൂടെ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതിൻ്റെ ഇടക്ക് ഏത് കുടല തന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഇവരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രധാനമന്ത്രിയായിട്ട് തൻ്റെ മന്ത്രിസഭയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു പരിങ്ങലിലാണ് ഇപ്പം നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത്. അത് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറണ്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇയാൾ. പുള്ളിക്ക് യൂറോപ്യൻ കൺട്രീസിൽ എവിടേക്കും പോകാൻ പറ്റില്ല. കാരണം ഈ ഇന്റർനാഷണൽ ICCയുടെ അംഗത്തുള്ള രാജ്യങ്ങളാണ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഇതിൽ വരാത്തത് ഇപ്പോൾ നമ്മുടെ അമേരിക്ക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ത്യ, പാകിസ്ഥാൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, റഷ്യ, ഇതൊന്നും ഇതിൻ്റെ അണ്ടറിൽ വരുന്ന രാജ്യങ്ങളല്ല. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലോട്ട് മാത്രമേ നെതന്യാഹുവിന് യാത്ര പോലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ആസ് പെർ റൂൾ ഈ അറസ്റ്റ് വാറണ്ടുള്ള ഒരു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പോലീസിന് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പുള്ളി ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി. അതല്ലാണ്ട് മറ്റൊരു രാജ്യങ്ങളോടുള്ള സന്ദർശനങ്ങളും നെതന്യാഹു ചെയ്യുന്നില്ല, ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. അപ്പം ഓൾറെഡി ഒരു പിടികിട്ടാ പുള്ളി എന്നുള്ള രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ വംശഹത്യ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ, പണ്ട് ഹിറ്റ്ലറി മുസോളിനിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഒരു സ്വേച്ഛാധിപതി എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. സ്വേച്ഛാധിപതി ആയിട്ടില്ലെങ്കിലും ഇപ്പം തനിക്ക് കിട്ടിയ കാലയളവ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെയും കൊന്നൊടുക്കുന്ന രീതിയിലുള്ള രാജാവ് എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ട് നെതന്യാഹു. അപ്പോൾ ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീഴാറുണ്ട്. അത് വീഴുന്നത് സുനിശ്ചിതമാണ്. അതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പലതരത്തിലുള്ള ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതു നേരവും നമ്മുടെ സംഘികളുടെ സ്വന്തം രാജാവ്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിലികളുടെ തലതൊട്ടപ്പനായിട്ടുള്ള നെതന്യാഹു ഏത് സമയം വീണ് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഇവിടെ കിടന്ന് കരയോ, അല്ലെങ്കിൽ ഇവന്മാർ നെഞ്ചു പൊട്ടി മരിക്കുകയോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.